ടോമി മോനെ, ടോമി. എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം? ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്ക, അങ്ങോട്ട് പോയി കുളിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ എങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം. മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങു വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിലെ ഓട്ടവും ചാട്ടവുമായിരുന്നു. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. മുയലല്ലേ അത്? എന്ത് രസമാതിനെ കാണാൻ. അതിന്റെ കൂടെ കളിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും. ഹായ് ഡിയർ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ പേര് ജോമിയ. ഇവിടെ അടുത്ത എന്റെ വീട്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം.
എന്ത് പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? അമ്മേ, ഞാനിന്ന് ഒരു മുയലിനെ കണ്ടു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ പുറത്തേക്ക് വന്നില്ല. അത് സാരമില്ല. അത് ചിലപ്പോൾ മുയൽ മോളെ കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും, അതാ. അതെന്തിനാ എന്നെ കാണുമ്പോ പേടിക്കുന്നത്? ഞാൻ കളിക്കാനല്ലേ വിളിക്കുന്നത്. അതാ മുയലിന് അറിയില്ലല്ലോ മോളെ. മോളെ ജോമി, നിനക്ക് മുയലിന്റെ കൂടെ കളിക്കണമെങ്കിൽ ആദ്യം മുയലിന്റെ സ്നേഹം പിടിച്ചു പറ്റണം. നീ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് ബോധ്യപ്പെടണം. അതിനിപ്പോ എന്താ ചെയ്യാ? വാ, കാണിച്ചു തരാം. ഉറക്കെ സംസാരിക്കരുത്, പതുക്കെ പറയണം കേട്ടോ. ഇത് നമ്മുടെ ആ മുയലിനുള്ളതാണ്. മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ക്യാരറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഒരു കിളിയുടെ സൗണ്ട് അല്ലേ ആ കേൾക്കുന്നത്? ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ.
തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം.